മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് ഞാൻ 2 പൈൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് റെഗുലറായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. ഫസ്റ്റ് പൈൽ ഇവിടെ 111 ആണ് വെച്ചിരിക്കുന്നത്, ഏഞ്ചൽ നമ്പർ 111. ഓക്കെ, ആൻഡ് ഇത് സെക്കൻഡ് പൈൽ 444 ആണ് ഞാൻ വെച്ചത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് റെഗുലറായിട്ട് നിങ്ങൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അത് കാണാം. നിർബന്ധമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ചൂസ് ചെയ്യാം. 111 ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, 444 ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പൈൽ 1 അല്ലെങ്കിൽ പൈൽ 2 എന്ന രീതിക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 1 and 2 നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് ഞാൻ ഒരിക്കൽ പറയാം, സോ ദാറ്റ് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാമല്ലോ. ഓക്കെ, 111 പറയുന്നത് നമ്മൾ പുതിയ തുടക്കങ്ങളെ കുറിച്ചാണ് പറയാം. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ ടെൻഷൻ, സ്ട്രെസ്സൊക്കെ അടിക്കുമ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് ഈ 111 നിങ്ങൾ കൂടുതൽ കാണും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് പറയുകയാണ് പോസിറ്റീവായിട്ടിരിക്കൂ. ആദ്യത്തെ കാര്യം, ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കൂ. പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നാണ് പറയുന്നത്. ആൻഡ് പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക, നമ്മൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിട്ട് കളഞ്ഞ് അല്ലെങ്കിൽ പുതിയതായി ജനിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ. ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. ആ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് നല്ലത് കൊണ്ടുവരും എന്ന രീതിക്കാണ് പറയുന്നത്. സോ അങ്ങനെ ഒരു സൈനാണ് ഈ 111 എന്ന് പറയുന്നത്. ഓക്കെ, സോ സംതിങ് ന്യൂ ഈസ് ഗോയിങ് ടു കം, സംതിങ് എന്തെങ്കിലും നല്ലത് സംഭവിക്കും എന്നുള്ള ഒരു കാര്യം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടും എന്നുള്ളത് പറയും. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ നിങ്ങൾ ഒരു ലക്ഷ്യം വെച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് പൂർത്തിയാവാനുള്ള സാധ്യത അത് 11 ആണ്. ബട്ട് എന്നാലും 11 നമുക്ക് അങ്ങനെ എടുക്കാം. സോ എന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്ന രീതിക്ക്. പക്ഷേ ഇതെങ്ങനെയാണ്, ഇതിപ്പോൾ ഇന്ന് എന്താ പറയുക, നമ്മളിപ്പോൾ ഇത് കണ്ടു അപ്പം തന്നെ എന്തെങ്കിലും മാറ്റം വരുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ധൈര്യത്തിൽ മുന്നോട്ട് പോവുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കുക. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് യൂണിവേഴ്സ് കാണുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലത്, നിങ്ങളുടെ ലൈഫിന് ബ്ലെസ്സിങ് ആയിട്ട് എന്താണോ നല്ലത്, നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് അതിലേക്കെല്ലാം നിങ്ങൾ എത്തിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രസ്റ്റ് യൂണിവേഴ്സിൻ്റെ മേലെ വെക്കാനാണ് ഇവിടെ പറയുന്നത്. ധൈര്യത്തോടെ മുന്നോട്ട് പോകൂ. തിങ്സ് വിൽ ചേഞ്ച്, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ വരും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് വരും എന്ന രീതിക്കാണ് ഇവിടെ ഒരു പോസിറ്റീവ് സൈനായിട്ട് കാണിക്കുന്നത്. ഓക്കെ, 444 കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് 444 ഏഞ്ചൽ നമ്പറിൻ്റെ സൈനാണ്. ഓക്കെ, സോറി, ഏഞ്ചൽസ് കൂടെ ഉണ്ട് എന്നുള്ള സൈനാണ്. നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഏഞ്ചൽസ് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി മെയിനായിട്ട് പ്രൊട്ടക്ഷനാണ് ഇത് പറയാം. ഓക്കെ, വളരെയധികം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന രീതിക്കാണ്. എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ മോശമായി സംഭവിക്കുന്ന, ചിലപ്പോൾ ഇത് കാണുന്ന ദിവസം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് വല്ലതും സംഭവിക്കും. പക്ഷെ അപ്പോഴും നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരുന്നുണ്ടാവും. നിങ്ങൾ ശരിക്കും പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചിലപ്പോൾ പറയുമോ 44 പ്രൊട്ടക്ഷൻ്റെ കണ്ടിട്ടും എനിക്ക് സംഭവിച്ചത് ഇങ്ങനെയാണല്ലോ എന്ന് ചിലപ്പോൾ പറയും. ബട്ട് അവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കാര്യം നടന്നത് അതിൽ നിന്ന് ഒന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു കാണും, നിങ്ങൾക്ക് എന്തെങ്കിലും പുറത്തു വരാൻ എളുപ്പത്തിൽ സാധിച്ചു കാണും, അല്ലെങ്കിൽ ആ സംഭവം നടന്നത് ചിലപ്പോൾ എന്തെങ്കിലും നല്ലതിനായിരിക്കും. ഓക്കെ, അങ്ങനെയും ഉണ്ടാവും. സോ അതുകൊണ്ട് ഈ 444 ഞാൻ വളരെയധികം ഇമ്പോർട്ടൻസ്, ഒന്നാമത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആണ് 4 എനിക്ക് വലിയ ഇഷ്ടമുള്ള നമ്പറാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് 444 എനിക്ക് ഭയങ്കര കണക്ഷനാണ്. നമ്മുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി, ഓക്കെ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിന് നല്ലത് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ മോശമായിട്ട് കൂടി നടക്കണം. മോശമായിട്ട് എന്നല്ല, ആ മോശം കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്തോ നല്ലതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് മോശമായിട്ട് ആ സമയത്ത് തോന്നുന്നതാണ്, അത് കഴിഞ്ഞ പക്ഷേ അതിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്തോളൂ. ഓക്കെ, അല്ലെങ്കിൽ രണ്ടിൽ നിന്ന് ഏതാ പൈൽ വേണ്ടെന്ന് വെച്ചാൽ ചൂസ് ചെയ്യും. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു പൈൽ 1 എന്ന്. നിങ്ങൾക്കുള്ള ഇന്നത്തെ മെസ്സേജസ്, ഗൈഡൻസ് മെസ്സേജ് യൂണിവേഴ്സിന് എന്താ പറയുന്നത്, ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷനും സാഹചര്യം അതിനനുസരിച്ചുള്ള ഗൈഡൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഏഞ്ചൽ നമ്പർ 111 കാണുന്ന ആൾക്കാർക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നത് ഇവിടെ, എന്താണ് ഇന്നത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ, സ്റ്റക്ക് സിറ്റുവേഷൻ കാണുന്നുണ്ട്, ബർഡൻ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചേഞ്ച്. ഓക്കെ, പുതിയ തുടക്കം സക്സസ്. ഓക്കെ, ഇവിടെ എന്താ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ചില സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സാഹചര്യം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ബ്ലോക്കേജ് ആയിരിക്കാം. നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. മേ ബി ചിലപ്പോൾ നിങ്ങളുടെ കാരണമായിരിക്കില്ല, ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും അതായത് നമ്മൾ ചില സിറ്റുവേഷൻ നമ്മൾ പറയുമല്ലോ ഞാൻ ആക്ഷൻ എടുക്കും, പക്ഷെ എന്നാലും അവിടെയും നിങ്ങളുടെ കയ്യിലൊരു ഇതുണ്ടാവും കേട്ടോ. ഇല്ല, ഓക്കെ, ഞാൻ കൺഫ്യൂസ് ആയിപ്പോവും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. എനിവേ, ഇവിടെ നിങ്ങൾ സ്റ്റക്കായിട്ട് എനിക്ക് കാണുന്നുണ്ട്.
എന്തുണ്ട് സിറ്റുവേഷനിൽ മാറ്റം. മേ ബി നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ലൈഫിൽ തന്നെ പല കാര്യങ്ങളും സ്റ്റക്കായിട്ട് കിടക്കുന്നുണ്ടാവാം. നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവില്ല. ഓക്കെ, ഇവിടെ ബേർഡൻ ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ മേലെ മാനസികമായിട്ട് ഭാരമായിരിക്കാം. ഓക്കെ, ലിറ്ററലി നിങ്ങൾ എന്തെങ്കിലും ബേർഡൻ ക്യാരി ചെയ്യുന്ന തരത്തിലായിരിക്കും. ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു വടിയുടെ ഒരു കെട്ട് തന്നെ എടുത്തുകൊണ്ട് നടക്കുകയാണ് അല്ലെ, മുതുകിൽ വെച്ച് നടക്കുന്ന പോലെയാണ് ശരിക്കും ടാരോയിൽ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളൊരു ഭാരം നമ്മൾ ഏറ്റെടുത്ത് ഇങ്ങനെ നടക്കുകയാണ്, നമ്മുടെ മുതുകിൽ വെച്ച് നടക്കുന്ന പോലെയാണ്. സോ അതിൻ്റെ ആ ഭാരം കൊണ്ട് നിങ്ങൾ വല്ലാതെ തളരുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം അത്രയും ഭാരമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങളായിരിക്കാം, ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം നിങ്ങൾക്ക് ചെയ്യാൻ. പക്ഷെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. മേ ബി ആരോഗ്യപരമായിട്ടായിരിക്കും, മാനസികമായിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഞാനിത് എങ്ങനെ ഇതിനെ ചെയ്ത് തീർക്കും എന്ന് പറ്റുന്ന ഹെൽപ്പ്. ഇത് മെയിനായിട്ട് എന്താ പറയുക അറിയോ, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അതിന് നിങ്ങൾ സാധിക്കാത്തത് നിങ്ങൾ വിട്ട് കളഞ്ഞേക്കണം എന്ന രീതിയിലാണ് പറയാറ്. ഈ ഒരു കാർഡിന്റെ മീനിങ് അങ്ങനെയാണ് നമ്മൾ എടുക്കുക. 10 of Wands എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ താങ്ങാവുന്നതിലും മേലെയാണ് ഇപ്പോൾ നിങ്ങളുടെ മേലെ ബേർഡൻ എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ചിലപ്പോൾ നമുക്ക് നിവർത്തിയില്ലാഞ്ഞിട്ടായിരിക്കാം. ഓക്കെ, സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് നിവർത്തിയില്ലാഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ ഫാമിലിയുടെ ബേർഡൻ ഉണ്ടാവും. കുട്ടികൾ, മക്കൾ, അച്ഛനമ്മമാർ, അല്ലെങ്കിൽ പാരൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം എന്ത് തന്നെ കാര്യമായാലും, ജോലി സ്ഥലത്തായാലും ശരി, മറ്റുള്ളവർ ചിലപ്പോൾ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ അതിൻ്റെ കൂടെ ബേർഡൻ നിങ്ങളുടെ മേലെ എടുക്കുക. സോ അങ്ങനെ ഒരു തരത്തിലുള്ള ബേർഡൻ എന്ന് നമുക്കിവിടെ വിളിക്കാം. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പരിധി 10 ആണ് ഇവിടെ നമ്പർ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പരിധി എത്തിക്കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ലിമിറ്റ് എത്തി എന്നാണ് പറയുക, തീരാറായി ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇനി ഈ ബേർഡൻസ്, ആ ബേർഡൻ നിങ്ങൾ താങ്ങി നിങ്ങൾക്ക് മടുക്കുന്ന തരത്തിലാണ്. അതുകൊണ്ടുമായിരിക്കും സ്റ്റക്കായി ഫീൽ ചെയ്യുന്നത്. എനിക്ക് വയ്യ ഇനി ഇത് ചെയ്യാൻ എന്ന രീതിക്ക് നിങ്ങൾ ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് എന്നാലോട്ട് വിട്ട് കളയാനും പറ്റില്ല അല്ലേ. ബട്ട് ഇവിടെ ഇതിലേക്ക് നെക്സ്റ്റ് നിങ്ങളോട് പറയുന്നത് ഇവിടെ 10 ആണ് അഗൈൻ. ഓക്കെ, ഇതും 10 ആയിരുന്നു, ഇതും 10 ആണ്. സോ അഗൈൻ ഈ ഒരു ബേർഡൻ നിങ്ങളുടെ ഉണ്ടാവാൻ പോകുന്നു. ഓക്കെ, ഈ ബേർഡൻ നിങ്ങൾ താഴെ ഇടാൻ പോകുന്നു എന്ന് പറയാം. ഓക്കെ, അതായത് ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സപ്പോർട്ട് വരും, നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പിന് ആരെങ്കിലും കിട്ടും. ഓക്കെ, നിങ്ങളെ അതായത് ഈ ഒരു നിങ്ങളുടെ എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, ഫാമിലിയിലായാലും ശരി, ജോലി സ്ഥലത്തായാലും ശരി, ഫ്രണ്ട് എന്ത് തന്നെയായാലും, ഓക്കെ, റിലേഷൻഷിപ്പിലായാലും ശരി, റിലേഷൻഷിപ്പിൻ്റെ എഫേർട്ടായിരിക്കാം. ഓക്കെ, അതിനും നിങ്ങൾക്കൊരു ഭാരം ഫീൽ ചെയ്യുന്നുണ്ടാവും, ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന തരത്തിൽ. ഓക്കെ, ബന്ധങ്ങളെ നിലനിർത്താൻ നിങ്ങളായിരിക്കും ചിലപ്പോൾ ഫുൾ എഫേർട്ട് ഇടുന്നത്, ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. എന്ത് തന്നെയായാലും ശരി, ഒരു സമയം മാറ്റമാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ ആ ബേർഡൻസ് എൻഡ് ചെയ്യാൻ പോകുന്നു എന്ന രീതിക്കാണ് ഇവിടെ. ആൻഡ് പുതിയ തുടക്കം അഗൈൻ പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ പുതിയൊരു ഓഫർ വരുന്നു. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മേ ബി ജോലി തന്നെ മാറാൻ തീരുമാനിക്കും. ഓക്കെ, ഇവിടെ ശരിയാവുന്നില്ല, ഇവിടെ എത്ര ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, ഇവിടെ മൂവ്മെന്റ് ഇല്ല, നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ല, സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുന്നു, ഞാൻ കരിയറിൽ എത്ര എഫേർട്ട് ഇട്ടിട്ടും കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു മാറ്റം ചിലപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ജോലിയിലേക്കായിരിക്കാം. ഓക്കെ, ഇവിടെ സക്സസ് കാണുന്നുണ്ട് എന്തായാലും. മേ ബി നിങ്ങൾ സ്വന്തം വേറൊരു ജോലിയിലേക്ക് മാറുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റും അവർ നിങ്ങളുടെ ഓക്കെ സമയം ഒന്ന് മാറി വന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ബെറ്ററിലേക്ക് പോകുമെന്നും പറയാം. ഓക്കെ, മേ ബി ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടാവാം, ഫൈനാൻഷ്യൽ ഹെൽപ്പ് ആരെങ്കിലും തരാം, ചിലപ്പോൾ സപ്പോർട്ട് ആരെങ്കിലും തരാം, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഓക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന തരത്തിലുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, കൂടുതലും ഫൈനാൻഷ്യലിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി കരിയറിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ പിന്നെ ഈവൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിരുന്നു എന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് മുന്നോട്ടേ പോകുന്നില്ല, നിങ്ങൾ എത്ര എഫേർട്ടിട്ടോ അവിടെയും കാര്യമില്ല. ഓക്കെ, അവർ നിങ്ങളുടെ പേഴ്സൺ തീരുമാനം എടുക്കുന്നില്ല, മാരേജിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, അതും ഒരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ. മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അവിടെയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ റിലേഷൻഷിപ്പ് ഒരു സ്റ്റാഗ്നൻ്റ് ആയിപ്പോയി. ഓക്കെ, എന്ന് വെച്ചാൽ അവിടെ ഒരു സ്നേഹമോ കരുതലോ അറ്റാച്ച്മെൻറ്റോ ഇല്ലാതെ ആയിപ്പോയി. അങ്ങനെ നിങ്ങൾ സ്റ്റക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഓരോരുത്തരെയും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ ചെയ്ത പ്രവൃത്തികൾ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ബട്ട് എന്തായാലും ഒരു പുതിയ മാറ്റത്തിൻ്റെ കാര്യമാണ് ഇവിടെ. അഗൈൻ നമ്മൾ പുതിയ തുടക്കമായിരുന്നു, ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. സോ ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാവും. ആ ന്യൂ ബിഗിനിങ് ഏത് തരത്തിലാണ് എന്നുള്ളതാണ്. ചിലവർക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ജോലി മാറുന്ന കാര്യമായിരിക്കാം, ചിലപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, കാരണം ഇവിടെ എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. സോ മേ ബി നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോവുക. ഓക്കെ, ജോലി മതി, ഇനി എനിക്ക് ഈ ഒരു ജോലിയിലാവുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബോസിൻ്റെ അടിയിൽ വർക്ക് ചെയ്യുക, അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രഷറിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ അത് വേണ്ടാന്ന് വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. എന്തായാലും ഇവിടെ ഒരു സക്സസ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ എന്തിനാണോ നിങ്ങൾ സ്റ്റക്കായി നിന്നത് അതിലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതിലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും സിറ്റുവേഷൻ. സോ എന്ത് തന്നെയായാലും ഇവിടെ നിങ്ങൾക്ക് പറയുന്നത് ലക്ക് വരാൻ പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തിൽ എന്താ പറയുക, യൂണിവേഴ്സിന് ന്യായം ചെയ്യുമെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഇത്രയും കാലം ചെയ്ത എഫേർട്ട് അതിനുള്ള ഒരു റിസൾട്ടായിട്ട് നല്ലതെന്തോ വരാൻ പോകുന്നു നിങ്ങൾക്ക്. ഓക്കെ, അഗെയിൻ പുതിയ തുടക്കം അത് തന്നെ പറഞ്ഞു. ചിലപ്പോൾ ജോലി പുതിയ ഓഫർ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു പുതിയ വ്യക്തി ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ഓഫറുമായിട്ട് വരാം. കുറച്ച് പേർക്ക്
പഠിക്കാനോ ഫൈനാൻസ് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുക, മണി വൈസ് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ എന്തായാലും സക്സസ് കാണുന്നുണ്ട്, ഓവറോൾ സക്സസ് ആണ് എനിക്ക് കാണുന്നത്. ചിലപ്പോൾ ഈ സ്റ്റക്കായി നിന്ന കാര്യങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യും എന്നും പറയാം. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് പുതിയ തുടക്കം തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ ഏഞ്ചൽ ഡെക്കുന്ന ഏഞ്ചൽ തെറപ്പി ഒറക്കിൾ കാർഡ്സ് ആണിത്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മെസ്സേജസ് കൂടി നോക്കാം, നിങ്ങൾക്ക് എന്താ വരുന്നത് നോക്കാം. നിങ്ങളോട് ആക്ച്വലി ഈ ഒരു കാർഡിന് ഞാൻ കുറച്ച് എക്സ്പ്ലനേഷൻ കൂടി പറയണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നത് മാത്രം എപ്പോഴും നിങ്ങൾ അവനവൻ്റെ മേലെ എടുക്കുക. ഓക്കെ, എല്ലാം നിങ്ങൾ ചെയ്തു തീർക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താവും, നിങ്ങൾക്ക് തനിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മേലെ എടുത്തു കഴിഞ്ഞാൽ അവസാനം ഈ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിപ്പോവും, അല്ലെ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോവും. അങ്ങനെ ചിലപ്പോൾ സ്റ്റക്കായതുമായിരിക്കാം ഇവിടെ. സോ എന്താ ഇവിടെ ഇങ്ങനത്തെ അവസരങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വോയിസ് ഉയർത്തണം. ഓക്കെ, നമ്മൾ പറയണം ദാറ്റ് ഇല്ല, എനിക്ക് ഇത്ര സാധിക്കില്ല, എനിക്ക് വേറെ ആരെങ്കിലും ഹെൽപ്പ് വേണം എന്ന് ചോദിക്കാൻ റെഡിയാവുക. അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ തയ്യാറാവുക ദാറ്റ് ഇതെൻ്റെ മീൻസ് ഞാൻ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, അത് ഒന്ന് ആലോചിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ പറ്റില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ മടി ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കുക. അതായത് ഹെൽപ്പ് വേണം എന്ന് പറയുക, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കുറച്ച് റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ ശ്രമിക്കുക. ഓഫീസിലൊക്കെ ആണെങ്കിൽ വേറെ ആരെങ്കിലും ശരിക്കും എഫേർട്ട് ഇടുന്നില്ലെങ്കിൽ അവരോട് പറഞ്ഞ് സംസാരിക്കേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾ, അല്ലേ, ദാറ്റ് ഇല്ല നിങ്ങൾ കൂടി ഇത് ചെയ്യാനുണ്ട്, നിങ്ങൾ ഇത് ചെയ്ത് തീർത്ത് തരണം എന്ന് ചിലപ്പോൾ ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ബോൾഡാക്കി കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ ആയിരിക്കാം. ഓക്കെ, റിലീസ്, എക്സാക്ട്ലി, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നന്നായി പറയാം. എർത്ത് ഏഞ്ചൽ, ഓക്കെ, ആൻഡ് വർക്ക്ഷോപ്സ് ആൻഡ് സെമിനാർസ്. ഇത് ഞാൻ ചുമ്മാ എടുത്തതാണ്, ഇന്നിപ്പോൾ ഇതിൽ എന്ത് കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ക്രൗൺ ചക്ര. ഓക്കെ, ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് ഒന്ന് റിലീസ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിലും റിലീസ്, ലെറ്റ് ഗോ ഓഫ് വാട്ട് നോ ലോങ്ങർ സെർവ്സ് യു ഓർ യുവർ പർപ്പസ്. ഓക്കെ, ഇതിൽ എങ്ങനെയും പറയാം ദാറ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ക്യാരി ചെയ്യുന്ന ബേർഡൻ, ഇത് നിങ്ങളുടെ ബേർഡൻ അല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇതിനെ മുന്നോട്ട് നിങ്ങളിത് ക്യാരി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ ഭാരമായിരിക്കാം. ഓക്കെ, മനസ്സിൽ പല കാര്യങ്ങളും നിങ്ങൾ വെച്ച് നടക്കുന്നുണ്ടാവും, അതിൻ്റെ കാര്യമായിരിക്കും, അതിനെ ലെറ്റ് ഗോ ചെയ്യുക എന്ന രീതിക്ക് പറയാം. ഓക്കെ, സോ ഇവിടെ അത് റിലീസ് ചെയ്യാനുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ ലൈഫ് ഒന്നുമില്ലെങ്കിൽ ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങളെ എന്തെങ്കിലുമൊക്കെ റിലീസ് ചെയ്യേണ്ടതായിരിക്കാം. എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഹെൽപ്പ് വേണം എന്ന് പറയുന്ന തരത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കഴിയുന്ന ചില കാര്യങ്ങളെ വിട്ടുകളയുന്നതായിരിക്കാം. എന്തോ റിലീസ് ചെയ്യാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, മാറ്റിയെടുക്കാൻ നിങ്ങൾ ചിലത് വിട്ടുകളയാനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ യു ആർ എ ലൈറ്റ് വർക്കർ ഹു ഹാസ് കം ടു എർത്ത് ടു ടീച്ച് അബൌട്ട് ലവ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് അൺകണ്ടീഷണൽ ലവ് പഠിപ്പിക്കാൻ വന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ലൈറ്റ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ, ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ ബോൾഡാക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. ആൻഡ് അതിൽ പ്രത്യേകിച്ച് സ്പിരിച്വൽ കാര്യങ്ങൾ, ഓക്കെ, സ്പിരിച്വൽ വർക്ക്, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, ദൈവമായിട്ട് കണക്ട് ചെയ്യുക, പ്രാർത്ഥനകളുമായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേ ബി നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ലൈഫ് കൂടി ബെറ്റർ ആവാൻ തുടങ്ങും. ഓക്കെ, സോ അങ്ങനെയും ചിലപ്പോൾ ആയിരിക്കാം നിങ്ങൾക്ക് അതൊരു പർപ്പസ് ഉണ്ട് എന്ന രീതിക്കാണ് കാണുന്നത്. ആൻഡ് ഇവിടെ വർക്ക്ഷോപ്സ് ആൻഡ് സെമിനാർസ് വരുന്നുണ്ട്. അറ്റൻഡിങ് ആൻഡ് ഗിവിംഗ് സ്പീച്ചസ് ഈസ് പാർട്ട് ഓഫ് യുവർ സ്പിരിച്വൽ പാത്ത് ആൻഡ് പർപ്പസ്. ബി ഓപ്പൺ ടു ടീച്ചിങ് ആൻഡ് ലേണിംഗ്. രണ്ടും ഉണ്ട്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് നിങ്ങൾ തീരുമാനം ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ ഒരു ബർഡൻ ക്യാരി ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ മേ ബി നിങ്ങളോട് പറയുന്ന കുറച്ചുകൂടി സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുക. നിങ്ങൾ സ്പിരിച്വൽ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുക, സെമിനാർസ് അറ്റൻഡ് ചെയ്യുക, കേൾക്കുക എന്തെങ്കിലുമൊക്കെ. ഓക്കെ, സ്പിരിച്വൽ കാര്യങ്ങൾ കേൾക്കുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് അതിനുശേഷം ഐ തിങ്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഇത് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. സോ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന രണ്ടും ഉണ്ട്. ഓക്കെ, ആദ്യം നിങ്ങൾ പഠിക്കുക, അത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇൻഡിഗോ, ദ പേഴ്സൺ യു ആർ എൻക്വയറിംഗ് അബൌട്ട് ഈസ് എൻ ഇൻഡിഗോ, മീനിങ് എ ഹൈലി സെൻസിറ്റീവ് നാച്ചുറൽ ബോൺ ലീഡർ. ഓക്കെ, മേ ബി ഇത് നിങ്ങളെക്കുറിച്ച് തന്നെ ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരു കുറച്ച് സെൻസിറ്റീവ് നേച്ചർ ആയിരിക്കാം നിങ്ങളുടെ. ഓക്കെ, അത് മേ ബി അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആരോടും നോ പറയാനൊക്കെ പറ്റാത്ത. ഐ തിങ്ക് ഇവിടെ എനിക്ക് അങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾക്കൊരു നോ പറയാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, അപ്പോൾ മേ ബി നിങ്ങൾ പക്ഷെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ്, പക്ഷെ നിങ്ങളെ അവനവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, നോ പറയാൻ പഠിക്കണം എന്ന രീതിക്കാണ് മെയിനായിട്ട്. ഓക്കെ, സെൻസിറ്റീവ് ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എപ്പോഴും നിങ്ങളുടെ മേലെ ബർഡൻ ഇട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ,
ക്രൗൺ ചക്ര, പേ അറ്റൻഷൻ ടു യുവർ ഐഡിയാസ് ആസ് ദേ ആർ മെസ്സേജസ് ഓഫ് ട്രൂ ഡിവൈൻ ഗൈഡൻസ് സെൻറ്റ് ഇൻ ആൻസർ ടു യുവർ പ്രയേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും യൂണിവേഴ്സിൽ നിന്ന് മെസ്സേജസ് കിട്ടുന്നുണ്ട്. ക്രൗൺ ചക്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഏറ്റവും മേലത്തെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ചക്രയാണ്. ചക്ര മെഡിറ്റേഷൻ ബാലൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുക താല്പര്യമുള്ളവർ. ഓക്കെ, ജസ്റ്റ് അല്ലെങ്കിൽ കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ഒന്ന് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രയേഴ്സിൻ്റെ ആൻസർ ആയിട്ട് യൂണിവേഴ്സ് തരുന്നതാണ് നിങ്ങൾക്ക്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന രീതിക്കാണ്. ഓക്കെ, സോ മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതിനുവേണ്ടി. പക്ഷെ എപ്പോഴും പുതിയ തുടക്കം വരണമെങ്കിൽ എന്താണ്, ആദ്യം പാസ്റ്റ് ചിലത് ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും അല്ലേ. ചിലപ്പോൾ പാസ്റ്റിലെ ചില കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ക്യാരി ഓൺ ചെയ്യുന്നത്, അതിനെയായിരിക്കാം ചിലപ്പോൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്. സോ എന്താണോ നിങ്ങളുടെ ജീവിതത്തിന് ചില കാര്യങ്ങൾ മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചൊക്കെ നേടാനും സാധിക്കും. ഓക്കെ, സോ നല്ല ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ടെന്ന്. ഓക്കെ, പൈൽ 2 4 4 4 ചൂസ് ചെയ്ത ആൾക്കാർക്ക് നോക്കാം നമുക്ക്. പൈൽ 2 4 4 4 നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽസ് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എന്താ പറയുന്നത് നോക്കട്ടെ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനും അതിനനുസരിച്ചുള്ള ഗൈഡൻസും എന്താ വരുന്നത്. ഇനി ഞാൻ സെക്കൻഡ് റീഡിങ് ഇടില്ല. ഓക്കെ, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഗൈഡൻസ് മാത്രം ഇടാം. ലെറ്റ്സ് സീ. 4 4 4 ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ 7 of Pentacles, strength and 2 wands, waiting energy, planning, waiting. Okay, great. Oh wow. ഓക്കെ, ഇപ്പം നിങ്ങൾ ചില കാര്യത്തിൽ നിങ്ങൾ ചില ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കാണാം. അതിപ്പോൾ ഏത് കാര്യത്തിലും ആവാം. അഗെയിൻ ഞാൻ ഇന്ന് ജനറൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. സോ എല്ലാ കാര്യങ്ങളും ഇതിൽ പെടും. നിങ്ങൾ ഫൈനാൻസ് ആയിട്ട് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തായിരിക്കാം. ഓക്കെ, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തായിരിക്കാം. നിങ്ങളുടെ ജോലി കരിയറിൽ നിങ്ങൾ ഇടുന്ന എഫേർട്ടിനെ കുറിച്ചായിരിക്കാം. റിലേഷൻഷിപ്സിലായാലും ബന്ധങ്ങളിലായാലും ഇപ്പോൾ ഫാമിലിയിലായാലും വേറെ റിലേഷൻഷിപ്പിൻ്റെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയാലും ശരി, ഹസ്ബൻഡ് വൈഫ് ആയാലും ശരി, നിങ്ങൾ ബന്ധങ്ങളിൽ ഇടുന്ന എഫേർട്ട് അതിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, അതിനൊക്കെ ഒരു റിസൾട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ, നമ്മൾ പറയില്ലേ നട്ട് നനച്ച് വളമിട്ട് വളർത്തി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പക്ഷേ ഒരു ഗ്രോത്ത് ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ടില്ല. ഒരുപാട് ഐ തിങ്ക് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, ഇത് കിട്ടിയിട്ട് വേണം ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് കാണാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മേ ബി ഇതൊന്ന് ഡെവലപ്പ് ആയിട്ട് വേണം അതൊരു മാരേജിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിൽ വരും എന്ന് ആഗ്രഹിച്ച് കാണും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനാൻസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വേണം നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷ വെച്ചിട്ടുണ്ടാവും ഒരുപാട്. ഓക്കെ, ഇതിൽ നിന്ന് നല്ലൊരു ലാഭം ഉണ്ടായിട്ട് വേണം എനിക്ക് വേറെ എന്തെങ്കിലും വാങ്ങാനോ പിടിക്കാനോ അങ്ങനെയൊക്കെ. ഓക്കെ, ഇവിടെ വെയിറ്റിംഗ് എനർജി എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നത്. ഇതും വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഇവിടെ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെ എന്ന് പറയാം. ഓക്കെ, പ്ലാനിങ് ആണ് കാണുന്നത് എനിക്ക്. പ്ലാനിങ് സ്ട്രാറ്റജി എന്ന രീതിക്ക് വെയിറ്റിംഗ് ആൻഡ് പ്ലാനിങ് ശരിക്കും പറഞ്ഞാൽ. ആൻഡ് ഇത് സ്ട്രെങ്ത് കാർഡ് ആക്ച്വലി ഒരു തരം അഗെയിൻ വെയിറ്റിംഗ് എനർജിയാണ്. നമ്മൾ ക്ഷമ എന്ന രീതിക്കാണ്. ഇത് 4 കാർഡും ക്ഷമയാണ് ശരിക്കും. ഓക്കെ, ഇത് മാത്രമേ ലേശം ഒരു വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ക്ഷമയുടെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങളോട് മാക്സിമം യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ഷമ വെച്ചിരിക്കാം. നിങ്ങൾക്കിപ്പോൾ അതേ ചെയ്യാനുള്ളൂ. വെയിറ്റ് ചെയ്യുക, വാച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്ത് വെച്ചോളൂ. ബട്ട് പ്രതീക്ഷ അത് നടക്കാൻ കുറച്ച് സമയമെടുക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്താനൊരു സമയമെടുക്കും. ഓക്കെ, സ്ലോ ഗ്രോത്ത് ആയിരിക്കും നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതിന് നല്ലോണം ക്ഷമ വേണം. ഓക്കെ, കുറച്ചല്ല നല്ലോണം ക്ഷമ വേണം. കിടന്ന് ഉറങ്ങുക വേണമെങ്കിൽ, കാരണം അത്രയും ക്ഷമ വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഫ്രസ്ട്രേറ്റ് ആയി പോകും. നടക്കുന്നില്ല എന്നാലോചിച്ച് ചിലപ്പോൾ ഫ്രസ്ട്രേറ്റ് ആവും. മേ ബി കിടന്ന് ഉറങ്ങിക്കോളൂ, കുറച്ച് റെസ്റ്റ് എടുക്കൂ. ഓക്കെ, നിങ്ങൾ എഫേർട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എടുക്കാം. നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജോലിയിലായാലും ശരി നിങ്ങൾ നല്ലോണം എഫേർട്ട് ചെയ്തിട്ടുണ്ട്. കരിയറിൽ ഫാമിലി റിലേഷൻഷിപ്സ് അങ്ങനത്തെ കാര്യത്തിലായാലും നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ടേക്ക് എ ബ്രേക്ക്. ഓക്കെ, അല്പം ഒന്ന് റിലാക്സ് ചെയ്യൂ, റെസ്റ്റ് ചെയ്യൂ. ഓക്കെ, വിട്ട് കളയൂ. അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും എഫേർട്ട് ഇടുന്നെങ്കിൽ ഓക്കെ വേണ്ടത്ര നിങ്ങൾ ചെയ്യുക. പക്ഷെ ഒരുപാട് ഓവർ ചെയ്യാൻ പോകണ്ട. ഇനി ഓക്കെ, ഒരല്പം ഇനി അധികം നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരും. ഓക്കെ, ബട്ട് അതിന് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ടൈമാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ പൈലിന് മെയിനായിട്ട് പറയുന്ന ക്ഷമ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചതിലേക്ക് എത്താൻ, നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ, ഓക്കെ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കാണാൻ നിങ്ങൾക്ക് ഇത്തിരി ക്ഷമ വേണ്ടി വരും, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന രീതിക്കാണ്. ഓക്കെ, ആൻഡ് ഇവിടെ പക്ഷേ ഫൈനൽ റിസൾട്ട് നിങ്ങൾ നോക്കിക്കോളൂ.
ഫൈനൽ റിസൾട്ട് ഇസ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഏസ് ഓഫ് കപ്സ്. ഇതിനപ്പുറം നമുക്ക് വേറെ മനോഹരമായ കാർഡ് വേറെ ഇല്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ വരാൻ പോകുന്നു, സന്തോഷങ്ങൾ വരാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ വളരെയധികം ഫുൾഫിൽഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഇതിൽ ശരിക്കും ഇത് കണ്ട് തേനൊക്കെയാണ്, ശരിക്കും ഇത് തേനായിട്ടാണ് കാണിക്കുന്നത്, വെള്ളമല്ല തേനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത്രയും ഹണി എന്നറിയുക, നമ്മൾ സന്തോഷങ്ങൾ, നിങ്ങൾക്ക് സെലിബ്രേഷൻ എന്ന് വിളിക്കാം, ആഘോഷിക്കാൻ പോകുന്നു. നിങ്ങൾ ആ സക്സസ് നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നു. ആൻഡ് മണി സക്സസ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. ഇവിടെ നിങ്ങൾ മണി ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്തതെങ്കിൽ, നിങ്ങളുടെ എഫേർട്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്തതെങ്കിൽ, രണ്ടിനും നല്ല റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, അഗെയിൻ ഇമോഷണലി നിങ്ങൾ സാറ്റിസ്ഫൈ ആവും, ആഘോഷങ്ങൾ ഉണ്ടാവും, സെലിബ്രേഷൻസ് ഉണ്ടാവും. നിങ്ങളോട് ആക്ച്വലി ഇവിടെ എനിക്ക് പറയാൻ തോന്നുന്നത് അറിയോ, പ്ലാൻ ഫോർ യുവർ സക്സസ്. ഓക്കെ, ഇത് നടക്കുമ്പോൾ നടക്കട്ടെ. ഓക്കെ, നിങ്ങൾ പക്ഷേ നിങ്ങൾ റെഡി ആയിട്ടിരിക്കും, ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആവും. ഓക്കെ, ചെറിയ 1-2 വാർണിംഗ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, വീഡിയോ സ്റ്റോപ്പ് ആയതാണ്. ഓക്കെ, ഒരു വാർണിംഗ് ഇവിടെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ അടുത്ത്, ദാറ്റ് ഇനി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഓക്കെ, ഒരു ബൗണ്ടറി വെക്കാൻ തുടങ്ങാൻ ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് അധികം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. ഓക്കെ, ഒരു ബൗണ്ടറി വെക്കാൻ സമയമായി എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഒരുപാട് എഫേർട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഉറപ്പാണെങ്കിൽ ഓക്കെ, നിങ്ങൾ അവനവനോട് ചോദിക്കുക മതിയോ എന്നുള്ളത്, നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് ആൻസർ കിട്ടും. ഓക്കെ, ആ ലൈക്ക് നിങ്ങൾ ഒരുപാട് നല്ലോണം കുറേ എഫേർട്ട് ഇട്ട് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു ബൗണ്ടറി വെക്കുക. അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നതിനോ അങ്ങോട്ട് ഇടുന്ന എഫേർട്ടിന് ഒരു ചെറിയൊരു ബൗണ്ടറി വെക്കാൻ തുടങ്ങുക. നിങ്ങളെ ആരും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ നിങ്ങൾ അലൗ ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരു ബൗണ്ടറി വെക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പ്രൊട്ടക്ട് ചെയ്യുക അവനവനെ എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മേ ബി ഒരുപാട് നിങ്ങൾ ടയർഡായി പോകുന്നുണ്ടാവും, എഫേർട്ട് ഇട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഡ്രെയിൻ ആയി പോകുന്ന തരത്തിൽ എത്തുന്നുണ്ടാവും. ഡ്രെയിൻഡ് ആയിട്ട് ഇവിടെ ഉറങ്ങുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ. സോ മേ ബി നിങ്ങൾ ഇമോഷണലി ഡ്രെയിൻഡ് ആയി പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങളെ തന്നെ ഒന്ന് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യൂ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഒരല്പം ബൗണ്ടറി വെക്കാൻ പഠിക്കുക. ബട്ട് എന്തായാലും ഉണ്ട്, സക്സസ് ഉണ്ട് നിങ്ങൾക്ക്, ഡോണ്ട് വറി. ഓക്കെ, യെസ്, നല്ലതാണ് എനിക്ക് കാണുന്നത്. റിലേഷൻഷിപ്പിലായാലും ശരി, എന്ത് കാര്യത്തിലായാലും ശരി, നിങ്ങളുടെ സക്സസ് ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കും. ആൻഡ് ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾസ് ആക്ച്വലി നമ്മൾ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് പറയുക. പ്രത്യേകിച്ച് മണി വൈസ്, കരിയർ വൈസ്, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ എഫേർട്ട് ഇടുന്നതിൻ്റെ എന്തിൻ്റെ ആയാലും ശരി, അതിൻ്റെ ഒരു റിസൾട്ട്, നിങ്ങളുടെ നല്ല റിസൾട്ട് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് വരുന്നു എന്നാണ്. ഇതുമെല്ലാം നമ്മൾ പറയുന്ന സെലിബ്രേഷൻസ് ആണ്, സക്സസ് ആണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ മണി വൈസ് വരുന്നു, അല്ലെങ്കിൽ കരിയറിൽ ചിലപ്പോൾ ഗ്രോത്ത് വരുന്നു, പ്രൊമോഷൻ കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ലൈക്ക് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് എടുക്കാം, ഏത് കാര്യത്തിലും എടുക്കാം. ഈവൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ശരി, നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി വരുന്നത് ലൈക്ക് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടൊരു ഈവൻ മാരേജ് വരെ എത്തുന്ന, കമ്മിറ്റ്മെൻറ്റ് വരെ കിട്ടുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ, എന്ത് തന്നെ ആയാലും ഓക്കെ, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓ വാവ്, ഫൈനലി എനിക്ക് കിട്ടി, അച്ചീവ് ചെയ്തു, താങ്ക് യു എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങും. ആൻഡ് എപ്പോഴും നന്ദിയുള്ളവരായിട്ടിരിക്കുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് തരുമ്പോൾ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ബ്ലെസ്സിങ് കിട്ടുള്ളൂ. ഓക്കെ, കുറച്ച് ഏഞ്ചൽ മെസ്സേജസ് നമുക്ക് നോക്കാം. ഏഞ്ചൽ തെറപ്പി ഒറക്കിൾ കാർഡ്സ് നമുക്ക് നോക്കാം. സെക്കൻഡ് പൈലുകാർക്ക് വളരെ സിമ്പിൾ ആയിരുന്നു, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ല. എന്തായാലും പക്ഷേ ക്ഷമ വയ്ക്കാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക്, മെയിൻ മെസ്സേജ് നിങ്ങൾക്ക് അതാണ്. കുറച്ച് ക്ഷമയോടെ ഇരിക്കുക, ഫ്രസ്ട്രേറ്റ് ആവണ്ട, ഗിവ് അപ്പ് ചെയ്യണ്ട. ഓക്കെ, നിങ്ങളൊന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് കിട്ടും. ആൻഡ് ഹാർട്ട് ചക്ര, ഇഫ് യു ഗെറ്റ് നെർവസ് ഫോക്കസ് ഓൺ സർവീസ്. ഓക്കെ, അതും പറയാം. ബേസ് ചക്ര, വിഷ്വലൈസ് സക്സസ്. ഞാൻ എന്താ പറഞ്ഞത് നേരത്തെ? യു ആർ പ്രൊഫൗണ്ട്ലി ക്ലാർവോയന്റ്. ഇതിൽ കൂടുതലും കുറച്ചിങ്ങനെ സ്പിരിച്വൽ കാർഡ്സ് ആണ്. ഞാൻ അതാണ് ഒന്നിങ്ങനെ ആലോചിച്ച് പോയത്, വേറെ ഒന്നുമില്ല. സിംഗിങ് ആൻഡ് ഡാൻസിങ്. ഓക്കെ, ആക്ച്വലി വാവ്, ഗുഡ്. You are working very closely with this powerful archangel who's protecting and guiding you through the situation. Archangel Michael ആണ്. ആൻഡ് ഇവിടെ 444 ഞാൻ പറഞ്ഞു പ്രൊട്ടക്ഷൻ ആണ് ഫ്രം ഏഞ്ചൽസ്. ആ മെസ്സേജാണ് ഇവിടെ കിട്ടിയത്. സോ വെരി ഗുഡ്, ഐ എം ഹാപ്പി. ആൻഡ് ഇവിടെ നിങ്ങളോട് പാട്ടും പാടി ഡാൻസ് ഒക്കെ കളിച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ പ്ലാനിങ് തുടങ്ങുക, സെലിബ്രേഷനുള്ള പ്ലാനിങ് നിങ്ങൾ തുടങ്ങുക, അത് കിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും. വിശ്വാസം വയ്ക്കുക, യൂണിവേഴ്സിൽ വിശ്വാസം വയ്ക്കുക, ട്രസ്റ്റ് വയ്ക്കുക. ഓക്കെ, കുറച്ച് ആ വെയിറ്റിംഗ് മാത്രം നിങ്ങളൊന്ന് ഒന്ന് ഓവർകം ചെയ്യാനുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ പ്രൊഫൗണ്ട്ലി ക്ലയർവോയിന്റ് ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ട്രസ്റ്റ് വാട്ട് യു സീ ഇൻ യുവർ മൈൻഡ്സ് ഐ ആസ് വെൽ ആസ് ദ ഫിസിക്കൽ സൈഡ്. ഓക്കെ, ഹീലിംഗ്, ടീച്ചിങ് ആൻഡ് ഗൈഡൻസ്. ഓക്കെ, ഇവിടെ മെയിൻലി നിങ്ങൾക്ക് കാര്യങ്ങൾ ഓൾറെഡി ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, ഈ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതെവിടെയോ ഏഞ്ചൽസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. യെസ്, നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കും എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കാണാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും നിങ്ങൾ നല്ലോണം. സോ അത് നിങ്ങളുടെ ഒരു കഴിവായിട്ട് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്കെല്ലാം തനിയെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടാവും ഓൾറെഡി.
and heart chakra, the answer that you seek is in your heart right now. Be open to giving and receiving love. Okay, ഇതിവിടെ നിങ്ങളോട് ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ പറയുന്നുണ്ട്. നിങ്ങൾ അവനവനെ ഞാൻ നേരത്തെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലെ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ബട്ട് ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യാതിരിക്കും, മീൻസ് ഹാർട്ട് പ്രൊട്ടക്ട് ചെയ്യുക, ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ അവനവനെ ഒന്നിങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ. എനിക്ക് സിമ്പിളായിട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യാതിരിക്കാം. ഓക്കെ, അതായത് ഹാപ്പിനെസ്സിന് വരുന്നതിന് നമ്മൾ പറയില്ലേ, സന്തോഷിക്കാൻ പേടി, യെസ് അതാണ് വാക്ക്, സന്തോഷിക്കാൻ പേടി എന്ന് പറയും. ആ രീതിയിൽ നിങ്ങൾ ആവണ്ട. ഓക്കെ, നിങ്ങൾ ഹോപ്പ് വെച്ചോളൂ, നിങ്ങൾ പ്രതീക്ഷ വെച്ചോളൂ, അത് നടക്കും, തീർച്ചയായിട്ടും നടക്കും. ഓക്കെ, സോ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കുക, ബി ഓപ്പൺ ടു ലവ്, ബി ഓപ്പൺ ടു റിസീവിങ്. ഓക്കെ, നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരും യൂണിവേഴ്സിൻ്റെ അടുത്ത് നിന്ന് തീർച്ചയായിട്ടും. ഓക്കെ, ബേസ് ചക്ര റൂട്ട് ചക്രയുടെ ആണ്. ഇത് നിങ്ങളുടെ ഫൈനാൻസിൻ്റെ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, നിങ്ങളുടെ സ്റ്റെബിലിറ്റിയുടെ കാര്യങ്ങൾ, ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി. ഞാൻ നേരത്തെ 4ന്റെ നമ്പറും പറഞ്ഞു, സ്റ്റെബിലിറ്റി. സോ നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നടക്കും. നിങ്ങളുടെ ഹോം, കരിയർ, ഫൈനാൻസസ് എല്ലാം. ഓക്കെ, യു ചൂസ് ഓൺലി പോസിറ്റീവ് തോട്ട്സ് ടു ഡിസ്ക്രൈബ് യുവർ ഹോം, കരിയർ ആൻഡ് ഫൈനാൻസസ് ആസ് യുവർ വേർഡ്സ് ഡിറ്റർമിൻ യുവർ ഔട്ട്കം. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങൾ പോസിറ്റീവ് അഫർമേഷൻസ് ചെയ്യുക. എന്താ പറയുക, ഐ എം പ്രൊട്ടക്റ്റഡ്, ഐ ഹാവ് എവറിത്തിങ് ഐ നീഡ്. അങ്ങനെ ആ രീതിക്ക് റൂട്ട് ചക്രയുടെ അഫർമേഷൻസ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പോസിറ്റീവായിട്ട് അഫർമേഷൻസ് ചെയ്യുക, നല്ലതായിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്, ഇഫ് യു ഗെറ്റ് നെർവസ് ഫോക്കസ് ഓൺ സർവീസ്. നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ കിട്ടുന്നതിന് എന്തിനും ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ അല്ലേ. അതായത് നിങ്ങൾക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ മൈൻഡ് ഒരുപാട് നെർവസ് ഒക്കെ ആയി പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ഇല്ലാത്തവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങളെപ്പോലെ വിഷമിക്കുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. അവരുടെ വിഷമങ്ങൾ നിങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക, പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കൂടി ഒരു മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, സോ സർവീസ് പലതരത്തിലായിരിക്കാം. നിങ്ങൾ പോയിട്ട് സമയം കൊടുത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് മണി കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം, മോട്ടിവേഷൻ കൊടുത്ത് ചെയ്യുന്നതായിരിക്കാം. സോ ഏതാണ് നിങ്ങൾക്ക് പറ്റിയത് അത് നിങ്ങൾ ചെയ്യാം. ജസ്റ്റ് മറ്റുള്ളവരെ കേൾക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ്, അവരുടെ സിറ്റുവേഷൻസ് കേൾക്കുക, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി അതൊരു മോട്ടിവേഷനായിട്ട് വരും. ഓക്കെ, നിങ്ങളുടെ ആ കാത്തിരിപ്പിനെ നിങ്ങൾ കൂടി മനസ്സിലാവും, ഓക്കെ യെസ് എനിക്കും നല്ലത് വരും എന്നുള്ളൊരു ഹോപ്പ്. നമ്മൾ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ഹോപ്പ് കൊടുക്കാൻ സാധിക്കുമ്പോൾ നിങ്ങൾക്കും ആ ഒരു ഹോപ്പ് അവനവനും കൊടുക്കുകയാണ്. ഓക്കെ, വിഷ്വലൈസ് സക്സസ്, see yourself doing well in this situation and have faith in a positive outcome. അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ബി പോസിറ്റീവ്, യു വിൽ ഗെറ്റ് സക്സസ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കും, കുറച്ച് സ്ലോ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ക്ഷമയോടെ ഇരിക്കുക, വെയിറ്റ് ചെയ്യുക. ആൻഡ് ആ സമയങ്ങൾ, ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക എന്നർത്ഥം. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ വിഷ്വലൈസിംഗ് എന്ന് പറഞ്ഞു നേരത്തെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു നമ്മുടെ കയ്യിൽ എന്ന് നിങ്ങൾ സങ്കല്പിക്കാം. അതിൻ്റെ അതിന് ഓൾറെഡി നന്ദി പറഞ്ഞു തുടങ്ങാം ദൈവത്തിന്. ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഞാൻ നല്ലോണം എഫേർട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് നല്ലൊരു ബ്ലെസ്സിങ് നിങ്ങൾ യൂണിവേഴ്സ് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, താങ്ക് യു ദൈവമേ എന്ന് ആദ്യമേ നിങ്ങൾ പറയാൻ തുടങ്ങാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കാൻ തുടങ്ങാം, താങ്ക്സ് പറയാൻ തുടങ്ങാം. അതൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.